ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അനുല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് പുതിയൊരു മൊബൈൽ റിവ്യൂ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന മൊബൈൽ റെഡ്മി നോട്ട് 13 5G ആണ്. അപ്പം ഈ ഒരു മൊബൈൽ നിങ്ങൾ ചൂസ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ആരാണ് ഈ മൊബൈൽ ചൂസ് ചെയ്യണമെന്നൊക്കെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഈ റെഡ്മി നോട്ട് 30 5Gയുടെ എല്ലാ കാര്യങ്ങളെയും പറ്റി, അതിന്റെ ഡിസൈൻ മുതൽ അതിന്റെ പ്രൊസസ്സർ, അതിന്റെ പെർഫോമൻസ്, ഇതൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി മൊബൈൽ ഫോൺ ആണോ എന്നുള്ള കാര്യവും നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക്. ഈ വർഷം തുടക്കത്തിൽ ലോഞ്ച് ഒരു ഫോണാണ് റെഡ്മി നോട്ട് 13 5G. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഇതേ കളർ വേരിയൻ്റ് ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. 3 കളർ വേരിയൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം റിവ്യൂയിലായിട്ട് കിടക്കുമ്പോൾ അതിന് നമുക്ക് ഡിസൈൻ നോക്കാം. ഡിസൈൻ നോക്കുമ്പോൾ ബാക്കിലുള്ളൊരു ക്യാമറയുടെ ഡിസൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പിനകത്ത് 3 ക്യാമറയും ഒരു ഫ്ലാഷ് ലൈറ്റും വരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത് കൂടാതെ തന്നെ നമുക്കൊരു വെറൈറ്റി കളറാണ് ബാക്കിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. നല്ല വെറൈറ്റി ഡിസൈനാണ്. ഞാൻ ഇതൊരു വേറെ ഫോണിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കാണാൻ പറ്റും. പിന്നെ ആ സൈഡ് വേറെ ഒരു ഇതുമില്ല, ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു ഫോണാണ്. നമുക്ക് ആ ഒരു സൈഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇനി മണ്ടയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഓഡിയോ ജാക്ക് 3.5mm ഒരു ഓഡിയോ ജാക്ക്, അതുപോലെ തന്നെ നമുക്ക് IR സെൻസറും കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റേ സിം ഇടുന്ന ആ ഒരു പോർട്ട് ഉണ്ടല്ലോ, ആ സിം പോർട്ട് കാണാം. പിന്നെ അവിടെ വേറൊരു സാധനം അവിടെ നമുക്ക് ആ ഒരു ഏരിയയിലില്ല. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് പോർട്ടാണ്, C പോർട്ടിൻ്റെ ചാർജിങ് പോർട്ടാണ്. പിന്നെ സ്പീക്കർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. അപ്പം വളരെ ഓവറോൾ നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്തു പറയാനുള്ളത് വീതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സൂപ്പർ സ്ലിം ആണ്, 7.6mm വീതി മാത്രമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്, 173.5 ഗ്രാം മാത്രമാണുള്ളത്. ഇവിടുത്തെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 120 ഹെഡ്സിൻ്റെ ഡിസ്പ്ലേ, അമോൾഡ് ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. അത് കൂടാതെ ഇത് കർവ്ഡ് അല്ല, പ്ലെയിൻ ഡിസ്പ്ലേ ആണ്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു ഫോണിൻ്റെ സ്പീക്കറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ള സ്പീക്കർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്. നമ്മൾ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ടെസ്റ്റ് ചെയ്യുവാണ്. സ്പീക്കർ ടെസ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അപ്പോൾ ഇതിനകത്ത് പേരിന് മാത്രമാണ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ എന്ന് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പ്രോപ്പറായിട്ട് മോണോ സ്പീക്കർ മാത്രമേ വർക്ക് ആവുന്നുള്ളൂ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വർക്ക് ആവത്തില്ല. ഓക്കെ, നമ്മളടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. അപ്പം ഇന്ന് നമ്മൾ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള വൺ ഓഫ് ദി പോപ്പുലർ ഹൊറർ ഗെയിമിൽപ്പെട്ട ബേബി ഇൻ യെല്ലോ എന്ന് പറയുന്ന ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ കളിച്ച എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല സ്മൂത്തായിട്ടൊക്കെ തന്നെയാണ് ഇത് പോകുന്നത്. നല്ല അടിപൊളി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗെയിമിംഗ് പെർഫോമൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഇതിൻ്റെ ഗെയിം പ്ലേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് കൂടാതെ നമ്മുടെ ചാനൽ ഗെയിമിംഗ് ചാനലായിട്ടുള്ള ആൻവിൽ റെക്സ്ഡി എന്ന് പറയുന്ന ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഈ ഒരു ഹൊറർ ഗെയിമായിട്ടുള്ള ഇതിൻ്റെ പേര് ബേബി ഇൻ യെല്ലോ എന്ന് പറയുന്ന ആ ഒരു ഗെയിം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലും അതോടൊപ്പം തന്നെ നമ്മുടെ ഗെയിമിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗെയിമിങ്ങിൻ്റെ പെർഫോമൻസ് ഒക്കെ സ്മൂത്താണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ അവസാനം പറഞ്ഞു തരാം. ഇത് വാങ്ങണോ വേണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മളിനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 108 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ വിവിധ സിറ്റുവേഷനിൽ നമ്മൾ എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇത് എടുത്ത് നോക്കിയിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, വാല്യൂ ഫോർ മണി ഫോട്ടോസിനൊക്കെ. ഓക്കെ, നമ്മൾ ഫ്രണ്ട് ക്യാമറയാണിത്. 16 MB ഫ്രണ്ട് ക്യാമറയാണ് അവർ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ 1080p 30 FPS വരെ നമുക്ക് ഫ്രണ്ട് ക്യാമറ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല സ്റ്റെബിലൈസേഷനൊക്കെ ഫ്രണ്ട് ക്യാമറയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ക്യാമറയിലും അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ബാക്ക് ക്യാമറയിലെ വീഡിയോ നമുക്കൊന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ക്വാളിറ്റിയും അടിപൊളിയാണ്, അത്യാവശ്യം കുഴപ്പമില്ല. കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിൽ എടുക്കുന്ന ആ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ മൊബൈലൊക്കെ ഷേക്ക് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഒരു സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണുമ്പോഴത്തേക്കും ഒരു ചെറിയ ബ്രോക്കൺ ആകുന്നുണ്ട് വീഡിയോ. അപ്പം എന്തായാലും സ്റ്റെബിലൈസേഷൻ്റെ ആ ഒരു സൂപ്പറായിട്ട് സ്റ്റെബിലൈസേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പം വിത്തൗട്ട് മൈക്കാണ്, മൈക്ക് യൂസ് ചെയ്യാതെയാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ഡയറക്റ്റ് വോയിസ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മൈക്ക് യൂസ് ചെയ്യുമ്പോൾ വോയിസ് ആണോ ഡയറക്റ്റ് വോയിസ് ആണോ നിങ്ങൾക്ക് കൊള്ളാവുന്നതെന്ന് കമൻറ്റ് ചെയ്യുക.
ഇപ്പം നിങ്ങൾ കാണുന്നത് ബാക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്ത് തരാൻ വേറെ ഒരു സഹായം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഒരുപാട് ഷേക്കാകുന്നുണ്ട് വീഡിയോയൊക്കെ, നമ്മൾ ഈ വണ്ടിയിലൊക്കെ പോകുന്നുണ്ട്. എങ്കിലും പക്ഷേ അടിപൊളിയായിട്ട് സ്റ്റെബിലൈസ് ആയിട്ടാണ് നമുക്ക് ആ ഒരു വീഡിയോ കാണുന്നത്. ബാക്കിൽ 4K ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 4K ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായിട്ട് നമുക്ക് കിട്ടിയേനെ. പക്ഷേ അതൊരു പോരായ്മയാണ്. 4K ഇല്ല. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 മെഗാഹെർട്സ് ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ കൂടുതൽ മെഗാഹെർട്സ് കൊടുക്കാമായിരുന്നു, അതൊരു പോരായ്മ തന്നെയാണ്. പിന്നെ രണ്ടാമത്തേതിൽ MI ടർബോ ചാർജ് അവൈലബിൾ ആണ്. ഇപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു ബാറ്ററിയുടെ ലൈഫ് എത്ര നാൾ നിൽക്കും അല്ലെങ്കിൽ എത്ര ലോങ് നിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് 2 ദിവസമാണ്. പക്ഷെ ആ ഒരു 2 ദിവസം ലോങ് ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. കാരണം ഏറ്റവും മാക്സിമം ഒരു നോർമൽ യൂസേജിനെ പോലും ഏറ്റവും മാക്സിമം വരിക 1.5 മണിക്കൂറാണ്. പിന്നെ ഒട്ടും യൂസ് ചെയ്യാതെയൊക്കെ ഇരിക്കുവാണെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ നോർമൽ യൂസേജിന് 1 ദിവസം, അതാണ് എൻ്റെ ഒരു കണക്ക്. പിന്നെ 1.5 ദിവസമൊക്കെ പോകുന്നവരുണ്ടാവാം. പിന്നെ ഇനിയിപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഗെയിം കളിക്കുന്നവരോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഈ വീഡിയോ ഒക്കെ യൂട്യൂബിൽ തുടർച്ചയായിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 5 മാക്സിമം 5 മണിക്കൂർ വരെ നിൽക്കും. 4-5 മണിക്കൂറുകളാണ് മാക്സിമം 5 മണിക്കൂർ വരെ നിൽക്കും. പിന്നെ പറയാൻ പറ്റുക, ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ എന്നെ പോലെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ രാവിലെ 9 മണിക്ക് തുടങ്ങിയപ്പോൾ ഏകദേശം 1 മണിയായി. ഇത്രയും നേരമാണ് ഞാൻ ലോങ് വീഡിയോ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രാവശ്യം തെറ്റിപ്പോയി അതൊക്കെ ശരിയാക്കിക്കൊണ്ട് വീഡിയോ റെക്കോർഡിംഗ് പ്ലസ് എഡിറ്റിംഗ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇതുപോലുള്ള വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് എന്താണ് ഒരു ഹാഫ് ഡേ ആണ് മാക്സിമം ടൈം പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു യൂസേജിൽ നിന്ന് ഞാൻ പറയുന്നതാണ് മാക്സിമം ടൈം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഇതിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സർ യൂണിറ്റും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് MIUIയുടെ 14ാമത്തെ വെർഷനും അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ 13ാമത്തെ വെർഷനുമാണ് നൽകിയിട്ടുള്ളത്. പിന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ കാലാവധി 2024 വരെ ആയിരുന്നു. അപ്പോൾ 3-ാം മാസം 1-ാം തീയതി വരെ ആയിരുന്നു എന്നാണ് തോന്നുന്നത് ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് നടന്ന തീയതി. ഓക്കെ, അതായത് 1-ാം തീയതി 1-ാം മാസം. അങ്ങനെയാണ് കേട്ടോ സെക്യൂരിറ്റി അപ്ഡേറ്റ് കാണിച്ചിരിക്കുന്നത്. സോ അതിനുശേഷം നമുക്ക് നോക്കുമ്പോൾ 6GB + 6GB റാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ CPU എന്ന് പറയുന്നത് ഡൈമൻസിറ്റിയുടെ CPU ആണ്. പ്രൊസസ്സർ ഡൈമൻസിറ്റി 6080 ആണ്. പിന്നെ ഒക്ടാ കോറിൻ്റെ മാക്സിമം 2.40 GHz വരെ കിട്ടുന്ന ഒരു സംവിധാനമാണിത്. ഓക്കെ, അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ വെർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 128 GB സ്റ്റോറേജ് ആണ്. 128 GB 6GB റാം 128 GB സ്റ്റോറേജ് ആണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പറയുവാണ് 18,000 രൂപയാണ് ഞാൻ എടുത്ത സമയത്തുള്ള റേറ്റ്. ഇപ്പം ഏകദേശം 16,000 രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പം 3-4 ആപ്ലിക്കേഷനൊക്കെ ഒരുമിച്ച് യൂസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഡിസ്കോഡ്, അതുപോലെ തന്നെ ഇന്റർനെറ്റിൽ കളിക്കുന്ന ഗെയിം, പിന്നെ റെക്കോർഡർ, അങ്ങനെ 3-4 ഇങ്ങനെ ഒരുമിച്ച് യൂസ് ചെയ്യും. വലിയ രീതിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു 3-4 ആപ്ലിക്കേഷൻ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ലാഗും കാര്യങ്ങളും വരുന്നത്. ഇല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ, എല്ലാ റെഡ്മി ഫോണുകളെ പറ്റിയും പറയുന്ന അതേ പോരായ്മ ഞാൻ വീണ്ടും പറയുകയാണ്. ഈ ഫോൺ ചൂടാവും, നല്ല രീതിക്ക് ഹീറ്റ് ആവും. നല്ല രീതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നല്ല കേരയും കത്തും, ആ രീതിക്ക് ഹീറ്റ് ആവുന്ന ഒരു മൊബൈൽ ഫോണാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇന്റർനെറ്റ് ഗെയിം കളിക്കുന്ന സമയത്തും ഹീറ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് ബ്രൈറ്റ്നസ് ഫുൾ ഇട്ട് കഴിഞ്ഞാൽ ഫോൺ ഹീറ്റ് ആവും. അങ്ങനെ 2 സന്ദർഭങ്ങളിൽ ഫോൺ ഹീറ്റ് ആവും. പിന്നെ പുറത്തൊക്കെ പോയി നമുക്ക് യൂസ് ചെയ്യാൻ ബ്രൈറ്റ്നസ് ഫുൾ ഒരു 3/4 ബ്രൈറ്റ്നസ് ഒക്കെ ഇട്ടുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഭയങ്കര വെയിലൊക്കെ ആണെങ്കിൽ ഫുൾ ബ്രൈറ്റ്നസ് ഇടേണ്ടി വരും. അപ്പൊ ആ ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോ ആർക്ക് ഈ മൊബൈൽ ഫോൺ വാങ്ങാം? ഗെയിമിംഗ് ആഗ്രഹിക്കുന്ന ഒരാളും ഈ മൊബൈൽ ഫോൺ വാങ്ങരുത്. ഓക്കെ, ഗെയിമിംഗ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും ഈ മൊബൈൽ ഫോൺ വാങ്ങരുത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് തുടർച്ചയായിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അഥവാ നിർത്താതെ ഈ ഒരു യൂസേജിനൊക്കെ ഈ ഒരു മൊബൈൽ ഫോൺ ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓഫീസ് വർക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് വർക്കൊക്കെ ഉള്ള ആളുകൾക്ക് അത്യാവശ്യം വളരെ ചുരുക്കം യൂസിന് മാത്രമായിട്ട് എടുക്കുന്ന ആ ഒരു വളരെ ഒരു നോർമൽ യൂസേജിന് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി
ഈ ഒരു മൊബൈൽ ഫോൺ കൊള്ളാം. അപ്പം പയ്യന്മാരുടെ കയ്യിലൊക്കെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്, ലൈറ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെ ആണ് എന്നുള്ളതും ശരിയാണ്. പക്ഷെ ഇത് നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയാം, നമുക്ക് മുതിർന്നവർ എടുക്കുന്നതായിരിക്കും. അപ്പൊ പയ്യന്മാർക്ക് ഈ മൊബൈൽ ഫോൺ സ്യൂട്ട് ആവത്തില്ല, പ്രത്യേകിച്ച് എനിക്കൊന്നും. എടുത്തു പോയില്ലേ? ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.